Question number 5. Work energy power എന്ന് പറയുന്ന ലെസണിൽ മോഷൻ ഇൻ വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഇൻ കേസ് ഓഫ് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ബൈ എ ത്രെഡ് ഓഫ് ലെങ്ത് r, if the tension in the thread is 0 at an angle 30 degree as shown in the figure, the velocity at the bottom point A of the circular path is. So ആ ബോട്ടം പോയിന്റ് എയിലുള്ള വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സപ്പോസ് ഇവിടെയുള്ള വെലോസിറ്റി ഞാൻ അസ്യൂം ചെയ്യാണ്, അത് വി എ ആണ്. ഈ പോയിന്റ് തൽക്കാലം ഞാൻ ബി എന്ന് അസ്യൂം ചെയ്യുന്നു അല്ലെ. ഈ വെലോസിറ്റി എ എന്ന് പറയുന്ന പോയിന്റിലുള്ള വെലോസിറ്റി അറിയണമെങ്കിൽ വേറെ സ്ഥലത്തുള്ള വെലോസിറ്റി അറിയണം, കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെ. അങ്ങനെയാണെങ്കിൽ വി എ കണ്ടുപിടിക്കണമെങ്കിൽ ആ ബി എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റി അറിയണം. അത് കണ്ടുപിടിക്കാനുള്ള ഹിന്റ് അവിടെ ഉണ്ട്. സപ്പോസ് ഞാൻ ആ വെലോസിറ്റി വി ബി എന്ന് എടുക്കാം. ഓക്കെ, ഈ പാർട്ടിക്കിള് ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്ന സമയത്ത് ഇവന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഞാൻ നോക്കിയാൽ വെയിറ്റ് എം ജി ഇങ്ങനെ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്തുണ്ട്, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എം വി സ്ക്വയർ ബൈ ആർ ആക്ട് ചെയ്യുന്നുണ്ട്. ടെൻഷൻ 0 ആണ്. അപ്പൊ ഈ രണ്ട് ഫോഴ്സ് ആണ് നമ്മൾ അവിടെ ഇപ്പം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ എം ജിനെ റിസോൾവ് ചെയ്യും. അപ്പൊ എം ജിനെ റിസോൾവ് ചെയ്താൽ എനിക്ക് ഒരു എം ജി കോസ് തീറ്റ എം ജി സെന്റിന് രണ്ട് കോമ്പണൻസ് കിട്ടും. അതിന് ഞാൻ എന്താ ഈ ആംഗിൾ എത്രയായിരിക്കും, അത് 60 ആയിരിക്കും അല്ലെ. കാരണം ഇതാ ഫിഗറിൽ ക്ലിയർ ആണ്, ഇത് 30 ആണ്, ഇത് 90 ആണ്, അപ്പൊ ഇത് 60 ആയിരിക്കും. ഓക്കെ, സോ ഈ ആംഗിൾ ഞാൻ 60 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ എം ജിനെ ഞാൻ റിസോൾവ് ചെയ്താൽ എം ജിനെ ഞാൻ രണ്ട് കോമ്പണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാണ്. അതിൽ ഒരു കോമ്പണന്റ് ഇതാ ഈ ഡയറക്ഷനിൽ ഉണ്ടാവും അല്ലെ, അത് എം ജി കോസ് 30 ആയിരിക്കും. ഓക്കെ, അടുത്ത കോമ്പണന്റ് ഇതാ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലെ, അത് എത്രയായിരിക്കും, എം ജി സൈൻ, ആക്ച്വലി കോസ് 30 അല്ല, കോസ് 60 ആണ്. ആംഗിൾ 60 എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ആംഗിൾ 60 ആയതുകൊണ്ട് എം ജി കോസ് 60, എം ജി സൈൻ 60, ഇങ്ങനെ രണ്ട് കോമ്പണൻസ് വരും അല്ലെ. ആ ഫിഗറിന് അത് ക്ലിയർ ആണ്. ഇവിടെ ഉള്ള വെലോസിറ്റി നമ്മൾ വി ബി എന്ന് പറയുന്നത്, അപ്പൊ ഇത് വി ബി എന്ന് പറയുന്ന വെലോസിറ്റി ആണ്. ഓക്കെ, ആ ഫിഗറിന് അത് ക്ലിയർ ആണ്. ആ എം വി ബി സ്ക്വയർ ബൈ ആർ ഈക്വൽ എന്തായിരിക്കും, എം ജി കോസ് 60 ആയിരിക്കും. ഓക്കെ, അപ്പൊ ദാ എം വി ബി സ്ക്വയർ ബൈ ആറ് എം വി ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആറ് ഈക്വൽ ടു എം ജി ഇൻറ്റു കോസ് 60 ആണ്. ഈ എം ഇവിടെ കട്ട് ചെയ്തു. കോസ് 60 എന്ന് വെച്ചാൽ 1/2 ആണ്. അവിടുന്ന് വി ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ആറ് കോസ് 60 1/2, അപ്പൊ ഇൻറ്റു 1/2, അപ്പൊ ജി ആർ ബൈ 2. ഓക്കെ, സോ വി ബി സ്ക്വയറിന് ഒരു ഇക്വേഷൻ കിട്ടി, നമ്മളത് ബോക്സിലാക്കി വെച്ചു. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് കാണേണ്ടത് ഈ വി എ എന്ന് പറയുന്ന വെലോസിറ്റിയാണ്. അത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഈ എ എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ എനർജി ഇ എ ആണ്, ബി എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ എനർജി ഇ ബി ആണെങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആയിരിക്കും അല്ലെ. അപ്പൊ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയാണ് ഞാൻ അവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് എനിക്ക് ആ ബി എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം, എ എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം, എന്നിട്ട് ഇ എ ഈക്വൽ ടു ഇ ബി ആയിരിക്കും. അത് ഞാൻ എന്താ ഈ ഒരു ലൈൻ, ഇങ്ങനെ ലൈൻ വരച്ചു. ഓക്കെ, ഈ ലൈനാണ് പൊട്ടൻഷ്യൽ എനർജി 0 ഉള്ള റെഫറൻസ് ലൈൻ എന്ന് വിചാരിക്കുക. അങ്ങനെ വിളിക്കുകയാണ് ഞാൻ അതിനെ അല്ലെ. അപ്പൊ ദാ ഇവിടെ ഞാനൊരു ലൈൻ എടുത്തു, ഈ ലൈനാണ് എൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ഉള്ള ലൈന് അല്ലെ. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. എന്ത് മാത്രമേ ഉള്ളൂ, കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. അപ്പൊ എനർജി അറ്റ് എ എന്ന് പറയുന്നത് അല്ലെ ഹാഫ് എം ഇൻറ്റു വി എ സ്ക്വയർ ആയിരിക്കുന്നു. ഓക്കെ, ഇനി ആ ബി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ നോക്കിയാൽ അല്ലെ, ആ ബി എന്ന് പറയുന്ന പോയിന്റില് എന്തായാലും കൈനറ്റിക് എനർജി ഉണ്ട്, അത് ഹാഫ് എം ഇൻറ്റു വി ബി സ്ക്വയർ ആണ്, അതിലൊരു സംശയമില്ല. പ്ലസ് ഇനി നമുക്ക് നോക്കണം, എടാ ഇതല്ലേ നമ്മളെ പൊട്ടൻഷ്യൽ എനർജി 0 ഉള്ള റെഫറൻസ് ലൈന് അല്ലെ. ഇവിടുന്ന് ബിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ, ഈ ഡിസ്റ്റൻസ് h ആണെങ്കിൽ
അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? mg ഇൻറ്റു എച്ച് ആയിരിക്കും. ആ എച്ച് എന്താന്ന് ശരിക്കും നോക്കണം. നമ്മളെ പൊട്ടൻഷ്യൽ എനർജി സീറോ ഉള്ള റെഫറൻസ് ലൈൻ ഇതാണ്. ഇവിടുന്ന് ബിയിലേക്കുള്ളത് ഈ ഡിസ്റ്റൻസിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? എച്ച് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഡിസ്റ്റൻസ് എച്ച് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി mg എച്ച് ആയിരിക്കും. ഓക്കെ, ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സോ ഈ ഡിസ്റ്റൻസ് എനിക്ക് കണ്ടുപിടിക്കണം. റൈറ്റ്, ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഞാൻ ചെറിയൊരു കാര്യം ചെയ്യാണ്. ഇതാ ഇവിടെ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. ഓക്കെ, ഇത് 6 ആണല്ലോ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ ലെങ്ത് എത്രയായിരിക്കും? r sin 30 ആയിരിക്കും. ഓപ്പോസിറ്റ് കിടക്കുന്ന ലൈനാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് ഇവിടം വരെ ഇതാണ് എൻ്റെ പൊട്ടൻഷ്യൽ എനർജി സീറോ ഉള്ള പോയിന്റ്. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് 6 ആണ് അല്ലെ. അപ്പൊ ബിയിലേക്കുള്ള ഈ ടോട്ടൽ ഹൈറ്റ് 6 + r sin 30 എന്ന് വരൂലേ. അപ്പൊ നിങ്ങളെ എച്ച് എന്ന് പറയുന്നടാ എച്ച് ഈക്വൽ ടു 6 + r sin 30 ആണ് അല്ലെ. അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു 6 × 1 + sin 30 ആണ് അല്ലെ. ആ sin 30 1/2 അല്ലെ. അപ്പൊ 6 × 1 + 1/2 അല്ലെ. സോ 3/2 r ആണ് എച്ച് വരിക. ഒറ്റയടിക്ക് എച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയേ അല്ലെ. അപ്പൊ എച്ച് നമുക്ക് ഇനി 3/2 r ഇവിടെ ഒറ്റയടിക്ക് എഴുതാണെങ്കിൽ mg × r × 1 + sin θ. ശരിയാണോ അല്ലെ. ഇനി ഞാൻ ആ എച്ചിന്റെ വാല്യൂ ഇവിടെ കൊടുത്താൽ എനിക്ക് ആൻസർ ആയി. EA = EB ഇക്വേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ എന്റെ കണ്ടീഷൻ EA = EB ആണ് അല്ലെ. ആ EA എന്ന് പറയുന്നത് എന്താണ്? ½ m × VA² ഈക്വൽ ടു EB എന്ന് പറയുന്ന ½ m × VB² പ്ലസ് mg × ആ എച്ചിന്റെ സ്ഥാനത്ത് 3/2 r എന്ന് കിട്ടി. ഓക്കെ, ഉടനെ ഞാൻ എന്ത് ചെയ്തു? m അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു അല്ലേ. അപ്പൊ എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? VA² അല്ലെ ഈക്വൽ ടു VB² പ്ലസ് 3gr / 2. ശരിയല്ലേ. ഇനി ഈ ഡിനോമിനേറ്ററിലൊക്കെ 2 അവിടെ കോമൺ ആണ്. അതും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അല്ലെ. അപ്പൊ VA² ഇസ് ഈക്വൽ ടു VB² നമ്മൾ ഓൾറെഡി കണ്ടുവെച്ചിട്ടുണ്ട്. എത്രയാ? gr/2 ആണ് അല്ലെ. VB² വാല്യൂ നമുക്കറിയാലോ. അത് ഞാൻ ഇവിടെ കൊടുത്തു. gr / 2 പ്ലസ് 3gr. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ അറിയാലോ. ഇതിനെ 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരും? 6 അല്ലെ. അപ്പൊ gr പ്ലസ് 6gr. സോ നോക്കാം. gr പ്ലസ് 6gr അല്ലെ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നാണ് വന്നിരിക്കുന്നത്. അത് ശരിക്കും VA അല്ല, VA² ആണ് അല്ലെ. അപ്പൊ VA² ഇസ് ഈക്വൽ ടു എത്ര വന്നു? 7gr / 2 അല്ലെ. അപ്പൊ VA എന്ന് പറയുന്നത് എത്രയാണ്? √7gr / 2 എന്ന് വരും അല്ലെ. സോ ഓപ്ഷൻ 2 ആണ് നമ്മളുടെ ആൻസർ വരിക അല്ലെ. √7gr / 2. ഓക്കെ, ക്ലിയർ അല്ലേ?